നമസ്കാരം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓസ്ട്രേലിയൻ പരമ്പരയുടെ ഒരു തുറമാനമായ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം 189, 186 വിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഫോമുകളുണ്ട്. ആ ഫോമുകളാണ് ഈ ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഫോം നമ്പർ 80 എന്നൊരു ഫോമാണ്. അതിൽ എന്തൊക്കെയുള്ളത്, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഫർദർ റെഫർ ചെയ്യുന്നവർക്ക് അതൊരു ഉപകാരപ്രദമായി തീരാൻ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് ഫോം 80 നമുക്ക് നോക്കാം. ഇത് പേഴ്സണൽ പർട്ടിക്കുലാരിറ്റീസ് ഫോർ അസസ്മെന്റ് ഇൻക്ലൂഡിംഗ് ക്യാരക്ടർ അസസ്മെന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഇൻഫർമേഷൻസ്, ഫാമിലി മെമ്പേഴ്സ് ഡീറ്റെയിൽസുകളെല്ലാം ഈ ഒരു ഫോമിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 16 വയസ്സിന് മുകളിലുള്ള ഒരാൾക്കാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യകതയുള്ളത്. ഇംഗ്ലീഷിലാണ് ഫോം, ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം തന്നെ നമ്മളിത് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മൊത്തം തെറ്റുകൂടാതെ തന്നെ എഴുതാം. തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് വിസ റിജക്ട് ചെയ്യാനും അതുപോലെ വിസ ഡിലേ ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവർ മുൻകൂട്ടി അറിയിക്കുന്നു. പ്രൈവസി പോളിസികൾ ഇതിനകത്ത് അവരൊരു തുടക്കത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ ഇമീഡിയ അക്കൗണ്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ ഫർദർ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനായിട്ട് കഴിയും. പിന്നത്തെ ഒരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ അത് സേവ് ചെയ്ത് വെക്കണം എന്നവർ പ്രതിപാദിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അഡോബ് അക്രോബാറ്റ് റീഡറിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്തിട്ട് ബോൾ പെൻ വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഇത് ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഫോം. അപ്പോൾ തെറ്റ് വരരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 16 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഫോം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എത്ര പേര് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനിലുണ്ടോ ആ ഏജിന് മുകളിൽ അവർക്കെല്ലാം ഇൻഡിവിജ്വലി 80യുടെ ഫോം സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ. അപ്പം അപ്ലിക്കൻ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് ചോദ്യം നമ്മുടെ പേര് തന്നെയാണ്. അപ്പം നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് പ്രകാരം, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, നമ്മുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആവാം, ട്രാവൽ ഡോക്യുമെന്റ് ആവാം, പാസ്പോർട്ട് ആവാം, പ്രകാരം കൊടുത്തിരിക്കുന്ന റിയൽ നെയിമാണ് നമ്മൾ എഴുതേണ്ടത്. പാസ്പോർട്ട് ആയിരിക്കും മെയിൻ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ പ്രകാരം നമ്മൾ എഴുതുന്നു. ഒരു നെയിമാണ് നിങ്ങൾക്ക് ആ കൂടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഫാമിലി നെയിമിൽ മാത്രം അത് ഉൾക്കൊള്ളിക്കാം. അല്ല, നമ്മുടെ പാസ്പോർട്ട് പ്രകാരം ഫാമിലി നെയിം, ഗിവൺ നെയിം അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്താണെങ്കിൽ ഫാമിലി നെയിമിൽ ഫാമിലി നെയിം എഴുതാം, ഗിവൺ നെയിമിൽ ബാക്കി നെയിമുകൾ എഴുതാം. സെക്സ് മെയിൽ ഫീമെയിൽ അൺസ്പെസിഫൈഡ് ഏതാണോ ടിക്ക് ഇടുക. ഡേറ്റ് ഓഫ് ബർത്ത് ഡേ മന്ത് ഇയർ ആ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കാം. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഗ്രാമപ്രദേശമൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പം എക്സാമ്പിൾ മരോട്ടിച്ചാൽ, അപ്പോൾ അത് വരുന്ന മരോട്ടിച്ചാൽ എഴുതി. അപ്പോൾ സബ് അർബ് അത് കഴിഞ്ഞ് ടൗണിൽ വരുന്നത് നമ്മുടെ തൃശ്ശൂർ എന്ന് എഴുതി, സ്റ്റേറ്റ് വരുന്ന കേരള എന്ന് എഴുതി, കൺട്രി ഇന്ത്യ എന്ന് എഴുതി, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ചൈനീസ് കൊമേഴ്ഷ്യൽ കോഡ് നമ്പർ നമുക്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ആ കോഡ് നമ്പർ അവിടെ എഴുതുക നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റഷ്യൻ ഡീസന്റ് ആണോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. അപ്പോൾ അതിന്റെ പാട്രിയോണിക് നെയിം ചോദിക്കുന്നുണ്ട് അവർ, അതിനകത്ത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്നുള്ളതാണ്. അതർ നെയിംസ് ഒരു പക്ഷേ നമ്മുടെ ബർത്തിലുള്ള നെയിം ചേഞ്ച് ആയിരിക്കാം, ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് ഉള്ള വ്യത്യാസങ്ങളായിരിക്കാം, ഫോസ്റ്റർ നെയിം അഡാപ്റ്റീവ് നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും ഫാമിലി നെയിം എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം, കൾച്ചറൽ ഓർ ട്രൈബൽ നെയിംസ് എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും, പ്രിഫേർഡ് നെയിം ഉണ്ടായിരിക്കാം, അതർ സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തുണ്ടോ ഉണ്ട് വെച്ചാൽ അവിടെ യെസ് കൊടുക്കുക, എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക നെയിം. അത് ഈ പറഞ്ഞ പോലെ ഫാമിലി നെയിം, ഗിവൺ നെയിം ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം പേര് ടൈപ്പ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് വേണം. കുറേ നെയിം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പാർട്ട് ടി ഏറ്റവും അവസാനത്തുള്ള അഡീഷണൽ പേജിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഡിഫറെന്റ് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ആ ഡേറ്റ് ഓഫ് ബർത്ത് ഡേ മന്ത് ഇയർ പോലെ തന്നെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യും. ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡു യു കറന്റ് ഹാവ് എ സിറ്റിസൺഷിപ്പ് ഫ്രം എനി കൺട്രി. നമ്മൾ എന്തായാലും ഒരു കൺട്രിയിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കും. ഇപ്പം ഇന്ത്യയാണ് എൻ്റെ, ജനിച്ചത് തൊട്ടേ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് കൊടുത്തു, അവിടെ എന്നോട്ടുള്ളതാണ് എന്നുള്ളത് നമ്മളവിടെ കൊടുത്തു. ഇല്ല എന്നുണ്ടെങ്കിൽ ഐ എം സ്റ്റേറ്റ്ലെസ്, സാധ്യത കുറവാണ്. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ കോളത്തിൽ ടൈപ്പ് ചെയ്യാം. അപ്പം എന്തായാലും ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കും, നമ്മളവിടെ എസ് കൊടുക്കുക, ഇന്ത്യ എന്ന് കൊടുത്തു, എന്നോട്ടാണ് നമ്മൾ ജനിച്ച എന്നോട്ടാണ്, അതവിടെ എഴുതി. ഓക്കെ, ഏഴാമത്തെ ചോദ്യം സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ്. ഏതെങ്കിലും സ്ഥലത്ത് സിറ്റിസൺഷിപ്പോ നമുക്കുണ്ടോ എന്നുള്ളതാണ്. അതായത് ചിലവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ നോ കൊടുക്കുക. ഓക്കെ, ഇഫ് യു സ്റ്റിൽ ഹാവ് ദ സിറ്റിസൺഷിപ്പ് റൈറ്റ് കറണ്ട് എന്ന് കൊടുക്കുക. അതായത് എന്നോട്ട് എന്ന് വരെ, അതായത് ചിലവരുടെ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് അവർ ക്ലോസ് ചെയ്തിട്ട് വേറെ ഒരെണ്ണം എടുത്തു എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസിനാണ് എൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് എന്ന് കൊടുത്താൽ മതി, ഇപ്പോഴും ആ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്നർത്ഥം. അഡീഷണൽ ഇൻഫർമേഷൻ എപ്പോഴും പറഞ്ഞ പോലെ പാർട്ട് ടിയിൽ പോയിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എട്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പെർമനന്റ് റെസിഡൻസി ഇത് കൂടാതെ, അതായത് 6-7 ചോദ്യത്തിൽ സിറ്റിസൺഷിപ്പ് ചോദിച്ചായിരുന്നു, അതിൽ പറയാത്ത ഏതെങ്കിലും രാജ്യങ്ങളിൽ നമുക്ക് PR ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക, ഉണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് കൺട്രീസ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, പാർട്ട് ബിയിലേക്ക് വരാണ്. അവിടെ നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ട്. അപ്പോൾ പാസ്പോർട്ടിന്റെ ഡോക്യുമെന്റ് നമ്പർ, അതിന്റെ കൺട്രി ഓഫ് പാസ്പോർട്ട്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, അത്തരം കാര്യങ്ങളാണ് നമുക്ക് അവിടെ വേണ്ടത്. പിന്നെ ദിസ് ഇസ് ദ ഒറിജിനൽ ഇഷ്യൂ ഡേറ്റ്, അതായത് ഒറിജിനൽ ഇഷ്യൂ ഡേറ്റ് ഉണ്ട്, റിന്യൂ ചെയ്ത ഡേറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ റിന്യൂ ചെയ്താണെങ്കിൽ അതിന്റെ
ഇഷ്യൂ ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതല്ലാണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് എന്നാണ് അതിന്റെ ഒറിജിനൽ ഇഷ്യൂ ഡേറ്റിങ് അത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് എക്സ്പയറി, നാഷണാലിറ്റി ഏതാണോ അത് കൊടുക്കുക. പ്ലേസ് ഓഫ് അതോറിറ്റി, എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്ലേസ്, അത്ര കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ അവിടെ വീണ്ടും അവർ ചോദിച്ചിരിക്കുന്നത് ഫാമിലി നെയിം, ഗിവൺ നെയിം ആണ്. അത് നമ്മുടെ ആദ്യം നമ്മളൊരു ഒന്നാമത്തെ ചോദ്യത്തിൽ ഇതാളുടെ പേരും ചോദിച്ചായിരുന്നു. അപ്പോൾ അത് തന്നെയാണെങ്കിൽ സെയിം ആസ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്താലും അതിൽ തെറ്റില്ല. ഓക്കെ. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അതർ കറണ്ട് പാസ്പോർട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാസ്പോർട്ട് ഒറിജിനൽ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയും വേറെ പാസ്പോർട്ട് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകളാണ് അവിടെ കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ നമ്പർ, കൺട്രി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പയറി, മറ്റുള്ള കാര്യങ്ങൾ, അതിൽ നെയിം എങ്ങനെയാണോ അതെല്ലാം കൊടുക്കുക. അതിനുശേഷം 11ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പാസ്പോർട്ടോ ട്രാവലിംഗ് ഡോക്യുമെന്റ് എന്തെങ്കിലും നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ പക്ഷേ എക്സ്പയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പാസ്പോർട്ടിന്റെ ചരിത്രം ഉണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക. അതിന്റെ റീസൺ അവിടെ കൊടുക്കുക. ഇപ്പോൾ അതർ റീസൺ ആണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടി ഉണ്ട്. 13ാമത്തെ ചോദ്യം 13 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനിയും ഏതെങ്കിലും പാസ്പോർട്ടോ അല്ലെങ്കിൽ അതർ ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ് ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പാർട്ട് സിയിലേക്ക് വരുമ്പോൾ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ് വരുന്നത്. ഐഡന്റിറ്റി ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് വേണം. നമ്മൾ എസ് കൊടുക്കുക. അവിടെ നമുക്ക് വരുന്നത് നമ്മുടെ നാഷണൽ ഐഡന്റിറ്റി, നമ്മുടെ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരിക്കാം, നമ്മുടെ ആധാർ ഉണ്ടായിരിക്കാം, നമുക്ക് ഇപ്പോൾ UK യിലാണെങ്കിൽ എക്സാമ്പിൾ BRP ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ഏതാണോ അത് അവിടെ എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യുക. എല്ലാം ടൈപ്പ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്, അത് കൺട്രി ഓഫ് ഇഷ്യൂ, ഐഡന്റിഫിക്കേഷൻ നമ്പർ, അത്തരം കാര്യങ്ങളാണ് ആ ഒരു കോളങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. പാർട്ട് ഡിയിൽ വരുന്ന അഡ്രസ് ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ് അവർ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര ഉണ്ടോ, പക്ഷേ അതിൽ പ്രയോറിറ്റി ഉള്ള ഏതാണോ അത് ആദ്യം കൊടുക്കുക. മറ്റുള്ളതിന്റെ താഴെ നിങ്ങൾക്ക് കൊടുക്കാം. ഒരെണ്ണം ആയെങ്കിലും മതി. ഓക്കെ. ഏജന്റിയോ അല്ലെങ്കിൽ മൈഗ്രേഷൻ ഏജന്റിയോ ലീഗൽ പ്രാക്ടീഷണറെ ആരെയും കൊടുക്കരുത്. നിങ്ങളുടെ തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ 16ാമത്തെ ക്വസ്റ്റിനിൽ ചോദിക്കുന്നത് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ ആണ്. അത് വർക്ക്, ഹോം, മൊബൈൽ, അതെന്ന് പറഞ്ഞിട്ട് ഡിവിഷൻസ് ഉണ്ട്. കൺട്രി കോഡ്, ഏരിയ കോഡ് സെപ്പറേറ്റിനുള്ള ഏരിയയും കൂടി ഉണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. 10 വർഷത്തെയാണ് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അത് ഓസ്ട്രേലിയ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എവിടുത്തെ ആയാലും ക്രോണോളജിക്കൽ ഓർഡറിൽ അതിനകത്ത് എഴുതാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കറണ്ട് അഡ്രസ് ആണ്. അവിടുന്ന് ബാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്നോട്ട് ഇന്ന് വരെയായിരുന്നു. അപ്പോൾ ആ കണ്ടിന്യൂഷൻ അവർക്ക് വേണം. ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ട് ടി ഏറ്റവും ലാസ്റ്റിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ നമ്മളത് ചേർക്കണം, എന്തുകൊണ്ടാണെന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ അഡ്രസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓസ്ട്രേലിയ, പ്ലേസ് യു റെസിഡൻസ് ഫോർ സ്റ്റഡി ഓർ വർക്ക്, റെഫ്യൂജ് ക്യാമ്പ്സ്, അല്ലെങ്കിൽ എനി അതർ ഷെയർഡ് ഹൗസോ യൂണിവേഴ്സിറ്റി റെസിഡൻസോ ടെമ്പററി അക്കോമഡേഷനോ ഏത് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ 10 വർഷത്തിനുള്ള കംപ്ലീറ്റ് നമ്മൾ അവിടെ ചരിത്രം കൊടുക്കണം. അത് ക്രോണോളജിക്കൽ ഓർഡർ, നോ ഗ്യാപ്പ് ആണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ ഫുൾ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കണം, കൺട്രി ഏതാണെന്ന് കൊടുക്കണം, ഇന്ന് വരെയാന്ന് കൊടുക്കണം, ഓവർലാപ്പ് വരാൻ പാടില്ല, ഗ്യാപ്പ് വരാൻ പാടില്ല, അത്രയും ശ്രദ്ധിക്കുക. അതങ്ങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട് ഇയിലേക്ക് വരുന്ന ഇന്റർനാഷണൽ ട്രാവൽ ഓർ മൂവ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങളിപ്പം എക്സാമ്പിൾ ഒരു ബിസിനസ് പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ഹോളിഡേയ്സിനോ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പം ഞാൻ 1 വീക്ക് ഗൾഫ് കൺട്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏതെല്ലാം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത് നോക്കി അത് ഫില്ല് ചെയ്യാൻ നേരത്തെ അതിനകത്ത് അവർ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്തപ്പോഴും എൻ്റർ ചെയ്തപ്പോഴൊക്കെ. അപ്പോൾ ആ ഡോക്യുമെന്റ് പ്രകാരം കറക്റ്റ് ആയിട്ട് ആ ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കുക. എന്ന് വരെയായിരുന്നു, എന്ത് റീസൺ ആണ് നമ്മൾ പോയത്, ഹോളിഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് ചെയ്യാനായിരിക്കാം, അങ്ങനെയുള്ള എന്ത് പർപ്പസ് ആണോ അത് നമ്മളവിടെ ട്രീറ്റ്മെന്റ് ആയിരിക്കും, എല്ലാം നമ്മളവിടെ മെൻഷൻ ചെയ്യുക. കൺട്രി ഏത് രാജ്യത്തേക്കാണോ നമ്മൾ പോയത്, അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ പാർട്ടിയിലേക്ക് പോവുക, അവിടെ കൊടുക്കുക. അപ്പം 10 വർഷത്തിനുള്ള എവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം. പിന്നെ ഓസ്ട്രേലിയയിലെ വിസ ടൈപ്പിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ റെഫ്യൂജ് വിസ അല്ലെങ്കിൽ വേറെ അങ്ങനെ പർപ്പസ്ഫുള്ളി ചില വിസക്കാർക്ക് 30 ഇയേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ലാത്തൊരു 10 വർഷത്തെയാണ് നോർമലി നമ്മൾ കൊടുക്കേണ്ടത്. അത് എന്ത് പർപ്പസിനാണ് നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൽ പോയിട്ടുള്ള ആ പർപ്പസ് അവിടെ മെൻഷൻ ചെയ്യണം. പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് എപ്പോഴും അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷനും അതിന്റെ ഡീറ്റെയിലും കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അടുത്ത എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി ആണ്. എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി നമ്മുടെ A to Z നമുക്ക് വേണം. അതായത് നിങ്ങൾ പഠിക്കുന്ന കാലോ അല്ലെങ്കിൽ അപ്പം തൊട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏത് ഗ്യാപ്പും എല്ലാം ഒരു ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളത്. ഓൾ പെയ്ഡ് എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കും, ഫാമിലി ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും, ഇന്റേൺഷിപ്പ് ആയിരിക്കും, അൺപെയ്ഡ് എംപ്ലോയ്മെന്റ് ആയിരിക്കും, വോളണ്ടിയർ വർക്ക് ആയിരിക്കും. അൺപെയ്ഡ് എംപ്ലോയ്മെന്റിൽ വരുന്നതാണ് ഇന്ന് ഡേറ്റ് തൊട്ട്, അതായത് ബർത്ത് തൊട്ടാണോ ഫസ്റ്റ് എംപ്ലോയ്മെന്റ് കിട്ടുന്ന വരെയുള്ള ടൈം സോൺ ആയിരിക്കും. ഓൾ ഗ്യാപ്പ്, ബ്രേക്ക് ബിറ്റ്വീൻ എംപ്ലോയ്മെന്റ്, ഓൾ ഗ്യാപ്സ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളാറുണ്ട്. അപ്പോൾ എപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ പോകുന്നത്. കറണ്ട് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അവർ കോളം തിരിച്ചിട്ടുണ്ട് എന്നോട്ട് എന്ന് വരെ എന്നുള്ളത്. ഇപ്പോഴും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കറന്റ്ലി വർക്കിംഗ് കാണിക്കുക സ്റ്റാറ്റസ്. അതുപോലെ തന്നെ നെയിം ഓഫ് ബിസിനസ് ഏത് ടൈപ്പ് ആണോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കറന്റ്ലി റിട്ടയർഡ് ആണെങ്കിൽ നെയിം ഓഫ് ബിസിനസ്സിൽ കറന്റ്ലി റിട്ടയർഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതുവരെ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നെവർ വർക്ക് എന്ന് എഴുതാം. അങ്ങനെ അതിനകത്തേക്ക് എഴുതാം. ടൈപ്പ് ഓഫ് ബിസിനസ് ഈ പറഞ്ഞ പോലെ ഉണ്ട്. അവിടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾ കൊടുക്കുക. ഓക്യുപ്പേഷൻ ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഇപ്പോൾ നിങ്ങൾ നെവർ വർക്കഡ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിൽ അത് കൊടുക്കാം. റിട്ടയർഡ് ആണെങ്കിൽ എന്തായിരുന്നു ചെയ്ത് ഇത്യാദി കാര്യങ്ങൾ എഴുതാം. അല്ല നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസുകൾ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമുക്ക് അവിടെ കുറച്ച് പോയിന്റ് നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. അത് ഫുൾ അഡ്രസ്സ്, ആ സ്ഥാപനത്തിൻ്റെ ആ ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വേണം, ഏത് ടൗൺ, ഏത് സ്റ്റേറ്റ്, കൺട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്
കറൻലി തൊട്ട് നമ്മൾ താഴേക്ക് പോവാണ് ഏറ്റവും ബിഗിനിങ് വരെ. ഓക്കെ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് സർവീസ് നമ്മൾ മസ്റ്റായിട്ടും എഴുതിയിരിക്കണം. അതാണ് ഇതിന് വേണ്ടിയിട്ട് അവർ കണക്ക് കൂട്ടുന്നത്. എല്ലാ എക്സ്പീരിയൻസും കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നഴ്സാണ് ആൻമാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആൻമാക്കിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഒരു പക്ഷേ നമ്മൾ ഗുഡ് സ്റ്റാൻഡിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ എ ടു സെറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ പാർട്ട് ജി എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. പക്ഷേ ടെറിഷറി എഡ്യൂക്കേഷൻ തൊട്ട് മുകളിലേക്കുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. കോളേജ് വൊക്കേഷണൽ സ്കൂളായിരിക്കും, യൂണിവേഴ്സിറ്റി ആയിരിക്കാം, റിസർച്ച് ചെയ്തിട്ടുള്ളതായിരിക്കാം, തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ് ആയിരിക്കാം, സ്കിൽഡ് ട്രേഡ് ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റഡ് ആണ്, വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ കറന്റിൽ എൻറോൾഡ് ആണ്, ഏത് ലെവലാണോ അത് നമ്മൾ സ്റ്റാറ്റസ് കൊടുക്കണം. നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ക്യാമ്പസിൻ്റെ അഡ്രസ്സ്, കാര്യങ്ങൾ, കോഴ്സിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, ഏത് കൺട്രി ആണോ, പിന്നെ ഫുള്ള് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം എന്നോട്ട് എന്ന് വരെയായിരുന്നു. അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. ടെറിഷറി ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഹൈസ്കൂൾ തൊട്ട് മുകളിലേക്കുള്ള ലെവലാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പാർട്ട് എച്ച് പ്രപ്പോസൽ ട്രാവൽ ഓർ ഫർദർ സ്റ്റേ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ മുമ്പ് കറണ്ട് ഓസ്ട്രേലിയയിലാണോ എന്നൊരു ചോദ്യമുണ്ട്. ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് 25ാമത്തെ ക്വസ്റ്റിനിലേക്കാണ് ഇനി പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. പ്രപ്പോസൽ ട്രാവൽ എന്നാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, പിന്നെ വൈ ആർ യു ട്രാവലിംഗ് ടു ഓസ്ട്രേലിയ, ഇൻക്ലൂഡ് എനി റെലവൻറ്റ് ഡേറ്റ് ഓർ ഇവന്റ്. അപ്പം നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് എഴുതുക, ജോലിക്കാണെങ്കിൽ ജോലിക്ക് എഴുതുക. പ്രപ്പോസൽ ഡേറ്റ് വല്ലോ ഇവന്റ് ഓർമ്മ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പർപ്പസ്ഫുള്ളി നിങ്ങൾ പോകുന്നെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്യുക. ഡ്യൂ എനി പ്രപ്പോസ്ഡ് ബുക്ക്ഡ് ട്രാവൽ ഡേറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഉണ്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എവിടേക്കാണ് എന്താണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനുണ്ട്. പിന്നെ ടെമ്പററി വിസിക്കാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ കൊടുക്കണം. അല്ല എന്ന് പറയുകയാണെങ്കിൽ ഇനി പാർട്ട് ഐയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അപ്പം 25 തൊട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫർദർ സ്റ്റേ എന്താണ് റീസൺ, ടെമ്പററി വിസയിലാണോ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നേരെ പാർട്ട് ഐയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ പാർട്ട് ഐ എന്ന് പറയുന്ന അഡീഷണൽ അഡ്രസ് ആണ്, ഓസ്ട്രേലിയയിലെ അഡ്രസ്സുകളാണ്. ആർ യു കറന്റ് ഇൻ ഓസ്ട്രേലിയ, നോ. എസ് ആണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33ലേക്ക് നമ്മൾ പോവുക, അതിൻ്റെ ഡീറ്റെയിൽസ് ലൊക്കേഷൻസ് എല്ലാം കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ താമസിക്കാനൊക്കെ പോകുന്നത്, എന്തെങ്കിലും അഡ്രസ് ഉണ്ടോ, ഹോട്ടൽ, ഫ്രണ്ട്, റിലേറ്റീവിൻ്റെ വീട്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസുകൾ നമ്മൾ അവിടെ കൊടുക്കുക. നമുക്ക് അതുമായി യാതൊരു പ്ലാനിങ്ങുകളും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പാർട്ട് ജയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാർട്ട് ജെ ഓസ്ട്രേലിയൻ വിസയുടെ ഹിസ്റ്ററിയാണ്. അപ്പോൾ നമ്മൾ ആർ യു കറന്റ്ലി ഇൻ ഓസ്ട്രേലിയ, നോ ആണെങ്കിൽ നോ കൊടുക്കുക. എസ് ആണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ നിൽക്കുന്ന വിസയുടെ ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കുക. എന്നാണ് നമ്മൾ അവിടെ വന്നത്, ഏത് വിസയിലാണ്, ഏത് പ്ലേസ് ഓഫ് എവിടെയാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, റീസൺ എന്താണ്, ജേണിയുടെ ടൈപ്പ് ഓഫ് വിസ ഏതാണെന്നുള്ളത്. അടുത്ത ചോദ്യം, ഹാവ് യു ബീൻ ടു ഓസ്ട്രേലിയ ബിഫോർ, നമ്മൾ മുമ്പ് എന്തെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ വിസയുടെ എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ തന്നെ നമ്മളവിടെ കൊടുക്കേണ്ടതാണ്. പാർട്ട് കെ 36ാമത്തെ ചോദ്യം. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് മൊത്തം നമ്മുടെ ക്യാരക്ടറാണ്. അതായത് എന്തെങ്കിലും കോർട്ട് ഓർഡർ ഉണ്ടോ, ഒഫൻസ് ഉണ്ടോ, എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടോ, അത്യാദ്യം നമുക്ക് എന്തെങ്കിലും കോടതി അലക്ഷ്യ കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് നോയാണ്. എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം, എവിഡൻസ് നമ്മൾ കൊടുക്കണം. അതായത് ചിലപ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലി വയലൻസ് ഓർഡർ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഡർ, ഡൊമസ്റ്റിക് ഓർഡർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊട്ടക്ഷൻ രേഖകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസിൻ്റെ എല്ലാം നമ്മളവിടെ എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന കോളത്തിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും വരികയാണ്. പാട്ടായിൽ വരുമ്പോൾ മിലിറ്ററി സർവീസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നു, നമ്മൾ മിലിറ്ററി സർവീസ് ഉണ്ടെങ്കിൽ ഏത് റാങ്കിലായിരുന്നു, എവിടെയായിരുന്നു, ഏത് രാജ്യത്തായിരുന്നു, എന്ത് റോളായിരുന്നു, ഇത്യാദി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് എമ്മിലേക്ക് വരികയാണ്. പാർട്ട് എമ്മിലേക്ക് വരുവാണെങ്കിൽ അവിടെ എംപ്ലോയിഡ് ബൈ ഇന്റലിജൻസ് ഓർ സെക്യൂരിറ്റി ഏജൻസിയിൽ വല്ലതും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. വിസ റെഫ്യൂസലാണ് പാർട്ട് എന്നിൽ വരുന്നത്. അതായത് നിങ്ങൾ ഏതെങ്കിലും വിസ ഏതെങ്കിലും കൺട്രിയുടെ ഏതെങ്കിലും കാലത്ത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡിപ്പോർഷൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും കൺട്രി നിങ്ങൾ അവിടുന്ന് ഡിപ്പാച്ചർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അവിടുന്ന് പുറന്തള്ളിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കയറ്റി വിട്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തത് പാർട്ട് പി സിറ്റിസൺഷിപ്പ് റെഫ്യൂസലാണ്. ഏതെങ്കിലും രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നിങ്ങൾ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടോ, കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ, ഇത്യാദി കാര്യങ്ങളാണ് വരുന്നത്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. പാർട്ട് ക്യൂലേക്ക് വരികയാണ്. അത് അസോസിയേറ്റഡ് പീപ്പിൾ, ആരൊക്കെയാണ് നമ്മുടെ യു എസ് എയിൽ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 42 നമുക്ക് പാർട്ണർ ഉണ്ടോ എന്നുള്ളതാണ്. പാർട്ണർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലീഗൽ പാർട്ണർ ആവാം, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ആയിരിക്കാം, ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിപ്പിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമ്മുടെ കൊടുത്ത പോലെ തന്നെ റിലേഷൻഷിപ്പ്, ഫാമിലി നെയിം, ഗിവൺ നെയിം, ഏതെങ്കിലും വേറെ നെയിം ഉണ്ടോ, ചൈനീസ് നെയിം, കോമൺ കോഡ് ഉണ്ടോ, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, അത് ടൗൺ, സ്റ്റേറ്റ്, കൺട്രി, അങ്ങനെ തിരിച്ചു ചെയ്ത സിറ്റിസൺഷിപ്പ് എന്ന് ഗ്രാൻഡ് ചെയ്ത് ഇന്ത്യയിലാണെങ്കിൽ ജനിക്കുന്ന കൂടെ ആയിരിക്കും. അപ്പോൾ ജനിക്കുന്ന വർഷം എഴുതി വയ്ക്കുക. പിന്നെ കൺട്രി ഓഫ് കറണ്ട് റെസിഡന്റ് എവിടെയാണെങ്കിൽ അത് നമ്മൾ എഴുതുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ചോദിക്കുന്ന കാര്യം ഡു യു ഹാവ് എ ചിൽഡ്രൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എസ് ഓർണോ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. എത്ര കുട്ടികളുണ്ടോ അത്ര അവിടെ എഴുതാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ്, ബാക്കി എല്ലാ നെയിമും സെക്സും
ഡേറ്റ് ഓഫ് പ്ലേസും എന്ന് വിസ ഗ്രാൻഡ് ചെയ്തു, സിറ്റിസൺഷിപ്പ് കിട്ടി, ഇത്യാദി കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം മൈഗ്രേറ്റിംഗ് വിത്ത് യു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം നമ്മുടെ ഈ PR-ന്റെ കൂടെ തന്നെ അവരെയും കൂടെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. ഉണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നോ കൊടുക്കുക. അപ്പോൾ ഇതിൽ എസ് കൊടുത്തവരെ മാത്രമാണ് വിസ ഒരുമിച്ച് ഗ്രാൻഡ് ആവത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവരും 16 വയസ്സിന് മുകളിലുള്ളവരെ ഇതേപോലെ സെയിം ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ 6 എണ്ണം വരെ എഴുതാനുള്ളൊരു കോളം അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാർട്ട് ടിയിലേക്ക് പോയിട്ട് ലാസ്റ്റത്തെ പേജിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ബാക്കി കുട്ടികളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഫോമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. അപ്പം അവരാരുടെ ഏത് അപ്ലിക്കൻ്റ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ആളുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പം ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പം എസ് എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ പാരൻ്റ് ആവാം, അഡാപ്റ്റഡ് പാരൻ്റ് ആവാം, സ്റ്റെപ്പ് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചുപോയ പാരൻസ് ആയിരിക്കാം. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. അപ്പോൾ മരിച്ചുപോയവരാണെങ്കിൽ അതിനകത്ത് കൺട്രി ഓഫ് കറണ്ട് റെസിഡൻസ് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഡിസീസ് എന്ന് അവിടെ കൊടുക്കുക. അപ്പം മരിച്ചു എന്ന് കാണിക്കുക. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ്, ഫാമിലി നെയിം, ഗിവൺ നെയിം, അതർ നെയിം ഉണ്ടോ, ചൈനീസ് കോഡ് ഉണ്ടോ, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പിന്നെ സിറ്റിസൺഷിപ്പ് എന്നാ കിട്ടിയെന്നുള്ളവർക്ക്, അതായത് ബൈ ബർത്ത് ആയിരിക്കും ഇന്ത്യ, മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. കൺട്രി ഓഫ് കറണ്ട് റെസിഡൻസ് എന്നുള്ളത് കൊടുക്കുക. പിന്നെ മൈഗ്രേറ്റിംഗ് വിത്ത് യു, നിങ്ങളുടെ കൂടെ മൈഗ്രേറ്റ് ചെയ്യണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനൊക്കെ ഒപ്പം വെച്ചിട്ട് എന്ത് ചെയ്യാം, PR അപ്ലൈ ചെയ്യാം. പക്ഷേ PR കേസ് മാനേജർക്ക് അസസ് ചെയ്തിട്ട് അത് ഇമ്പോർട്ടൻസ് ഉണ്ടോ, അവർക്ക് വേറെ ആരും ഇല്ലേ എന്നൊക്കെ അസസ് ചെയ്തിട്ടാണ് അതിന്റെ പ്രാധാന്യം തെളിയിച്ചിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വായിച്ചപ്പോൾ ഇത് കണ്ടു, വേറെ ആരില്ല, അമ്മ മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ അമ്മയുടെ PR-ന് ഇട്ടു. അപ്പോൾ കേസ് മാനേജർ ഇങ്ങനെ അസസ് ചെയ്ത് വന്നവരെ വീണ്ടും കോൺടാക്ട് ചെയ്ത് ഇന്റർവ്യൂ ചെയ്തിട്ട് അമ്മയ്ക്കും കൂടെ PR സാങ്ഷൻ ചെയ്തൊരു സ്റ്റോറി കേട്ടു. അപ്പം സിനാരിയോ വ്യത്യാസമായിരിക്കാം. ഈ പാരൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വേഗത്തിൽ നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ആയി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കാം. ഓക്കെ, അപ്പം അതിനകത്ത് ഇപ്പോൾ വരുന്നില്ലെങ്കിൽ നോ എന്ന് കാണിക്കുക. പാരൻസിന്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് അവിടെ പറ്റും. അടുത്ത ഈ അപ്ലിക്കൻ്റെ സിബ്ലിങ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സഹോദരി സഹോദരങ്ങൾ അവരും ഇതുപോലെ തന്നെ കൊടുക്കുക. അവർ ഏത് രാജ്യത്താണോ, പിന്നെ അവർ നമ്മുടെ കൂടെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത്യാദി കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യാം അതിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലിംഗ് വിത്ത് എനി ഫാമിലി മെമ്പർ, അതായത് ഒരു പക്ഷേ നമ്മുടെ നൈസ് ആവാം, നെഫ്യൂസ് ആവാം, കസിൻസ് ആവാം, ഇൻലോ, ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം. അപ്പം അങ്ങനെ വല്ലവരും നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അവരുടെയും ഇതുപോലുള്ള ഡീറ്റെയിൽസുകളും എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ അത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അപ്പോൾ 47 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നമുക്ക് വല്ല പേഴ്സണൽ കോൺടാക്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പർ അവിടെ ഉണ്ട്, അപ്പനമ്മ അവിടെ ഉണ്ട്, നിങ്ങളാണ് അടുത്ത് അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. 2 ചോദ്യങ്ങൾ സെയിം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ 2 അഡ്രസ്സ് ഉള്ളവർക്കാണെങ്കിൽ അത് കൊടുക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നമ്മളടുത്ത പാർട്ട് 6ലേക്ക് പോകാം. അപ്പോൾ പാർട്ട് 6 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുന്ന് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് ബന്ധമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പോകുന്നെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കലാണ്. അപ്പോൾ അവരുടെ വർക്ക് ഇമെയിൽ, അവരുടെ ഫോൺ നമ്പർ, അവരുടെ അഡ്രസ്സ് ഇത്യാദി കാര്യങ്ങളാണ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. നമ്മൾ പാർട്ട് എസിലേക്ക് പോകുന്നു. പാർട്ട് എസ് ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷനിൽ നമ്മൾ ഈ പറഞ്ഞാലും സത്യസന്ധമാണ്, അപ് ടു ഡേറ്റ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വിസനെ ബാധിക്കും. ഒപ്പം തന്നെ അത് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ നമ്മളവിടെ സിഗ്നേച്ചർ ഇടണം, ഡേറ്റ് ഇടണം. എന്നിട്ട് നമ്മൾ ഒരു കോപ്പി നമ്മളെപ്പോഴും സേവ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ പാർട്ട് ടിയിലേക്ക് വന്നാണ്. ഇതാണ് അഡീഷണൽ ഇൻഫർമേഷൻസ്. ഞാൻ ഇടയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എക്സസൈസ് ഇൻഫർമേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ഇൻഫർമേഷൻസ് അവിടെ എഴുതി വയ്ക്കുക. അപ്പം ഇതാണ് ഇവിടെ വരുന്നത്. സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് ഫർദർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം എന്നവർ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് 2024 ഞാൻ ചെയ്ത അപേക്ഷ പ്രകാരമാണ് ഈ ഫോം 80 പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരാം, ക്വസ്റ്റ്യൻ നമ്പറുകൾക്ക് മാറ്റം ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും നമ്മൾ അതുമായിട്ട് ഒത്തുനോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തീർന്നാൽ തീർച്ചയായും ഓസ്ട്രേലിയൻ പ്രോസസ്സിംഗ് ചെയ്യുന്നവരിലേക്ക് ഇത് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും നന്ദി. അഭിപ്രായ വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.